ഷെയ്ൻ നിഗമിനെ നായകനാക്കി നവാഗതനായ മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം തിയേറ്ററുകളിൽ മികച്ച മുന്നേറ്റം തുടരുന്നു. ജീത്തു ജോസഫും E4 എക്സ്പെരിമെന്റ്സും ചേർന്ന് അവതരിപ്പിച്ച ഈ മിസ്റ്ററി ക്രൈം ത്രില്ലറിന് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മെയ് 8-ന് റിലീസ് ചെയ്ത ചിത്രം ഇതിനകം ബോക്സ് ഓഫീസിലും വലിയ നേട്ടമുണ്ടാക്കി കഴിഞ്ഞുവെന്നാണ് ട്രാക്കർമാർ പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രം ഇതിനകം ബോക്സ് ഓഫീസിലും നേട്ടമുണ്ടാക്കി കഴിഞ്ഞുവെന്നാണ് ട്രാക്കർമാർ പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വ്യത്യസ്ത ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 11 ദിവസം കൊണ്ട് 3.76 കോടി മുതൽ 3.88 കോടി രൂപ വരെ നേടിക്കഴിഞ്ഞു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാകട്ടെ ഇതേ കാലയളവിൽ 6.80 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. SI വിജയ് രാധാകൃഷ്ണൻ എന്ന കേന്ദ്ര കഥാപാത്രമായാണ് ഷെയ്ൻ നിഗം ചിത്രത്തിലെത്തുന്നത്. കുഴിനിലം എന്ന നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷനിൽ പുതിയ SI ആയി വിജയ് രാധാകൃഷ്ണൻ ചാർജ് എടുക്കുന്നതോടെയാണ് കഥ വികസിക്കുന്നത്. താൻ ഏറെ ആഗ്രഹിച്ച ജോലിയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്ന അയാൾ സ്റ്റേഷനിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ സങ്കീർണ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. വളരെ കൈയലക്കത്തോടെയാണ് ഷെയ്ൻ ഈ വേഷം സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് തിയേറ്റർ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കൊറോണ പേപ്പേഴ്സ്, വേല എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും വെറിട്ടൊരു പോലീസ് വേഷത്തിലാണ് ഷെയ്ൻ നിഗം എത്തിയിരിക്കുന്നത്. ഒരു പവർഫുൾ മാസ് ഹീറോ കോപ്പിനെ അല്ല ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് പ്രതിസന്ധികളെ ഒറ്റയ്ക്ക് നേരിടാനും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ശ്രമിക്കുന്ന ഒരു സാധാരണ പോലീസുകാരനെയാണ്. ജോലിയിൽ പുതുമുഖമായ നായകൻ ചില തെറ്റുകൾ വരുത്തുന്നതും അതിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതും ഉത്തരവാദിത്വങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒരാളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതുമാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. 2020-ൽ ജീത്തു ജോസഫിന്റെ സംവിധാന സഹായിയായി പ്രവർത്തിച്ചയാളാണ് മാർട്ടിൻ ജോസഫ്.